أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولم ير الذين كفروا أن السماوات والأرض كانتا رتقا ففتقناهما وجعلنا من الماء كل شيء حي أفلا يؤمنون وجعلنا في الأرض رواسي أن تميد بهم وجعلنا فيها فجاجا سبلا لعلهم يهتدون وجعلنا السماء سقفا محفوظا وهم عن آياتها معرضون وهو الذي خلق الليل والنهار والشمس والقمر كل في فلك يسبحون وما جعلنا لبشر من قبلك الخلد أفإن مت فهم الخالدون كل نفس ذائقة الموت ونبلوكم بالشر والخير فتنة وإلينا ترجعون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1060 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ അംബിയാഇൻ്റെ പഠനത്തെ തുടർന്നുള്ള 2-ാം ദിവസ ചർച്ചയാണ് ഇന്ന് ആരംഭിക്കുന്നത്. ചർച്ചയ്ക്ക് ആരംഭം കുറിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവലം യറല്ലദീന കഫറൂ അന്നസ് സമാവാതി വൽ അർള കാനതാ റത്ഖാ ഫഫതഖ്നാഹുമാ വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യ് أفلا يؤمنون وجعلنا في الأرض رواسي أن تميد بهم وجعلنا فيها فجاجا سبلا لعلهم يهتدون وجعلنا السماء سقفا محفوظا وهم عن آياتها معرضون وهو الذي خلق الليل والنهار والشمس والقمر كل في فلك يسبحون وما جعلنا لبشر من قبلك الخلد أفإن مت فهم الخالدون كل نفس ذائقة الموت ونبلوكم بالشر والخير فتنة وإلينا ترجعون صدق الله العلي العظيم. സൂറത്തുൽ അംബിയായിലെ 30 മുതൽ 35 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ അംബിയാന്റെ പഠനം നമ്മൾ പൂർത്തിയാക്കി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 2-ാം ദിവസ ചർച്ചയാണ് ഇന്ന് നടക്കുന്നത്. ഞാൻ ഓതി കേൾപ്പിച്ച ആയത്തുകൾ ഈ സൂറത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ ചില കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ നമ്മുടെ കാലഘട്ടത്തിലൊക്കെ ശാസ്ത്ര കുതുകികൾക്ക് ഏറെ താല്പര്യം ഉണരാനിടയുള്ള വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന ആയത്തുകളാണ്. നമ്മൾ ഈ ആയത്തുകൾ വിശദമായിട്ട് പഠനം നടത്തിയിട്ടുള്ളതാണ്. അതിലേക്ക് ചില സൂചനകൾ മാത്രം നൽകിക്കൊണ്ട് ഈ സെഷൻ തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. അയച്ചു കിട്ടിയ ചോദ്യങ്ങളൊന്നും എൻ്റെ കയ്യിൽ നിലവിലില്ല.
അതുകൊണ്ട് ഈ സെഷനിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാവുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ വിലയിരുത്തലുകളും അതുപോലെ നിരീക്ഷണങ്ങളും ഒക്കെ പങ്കുവെക്കാവുന്നതാണ്. ഇനി അവസരം പ്രയോജനപ്പെടുത്താം എന്ന് അറിയിക്കുകയാണ്. ഈ ആയത്തുകളിൽ ഒരുപക്ഷെ ഇത്രയും ഫോക്കസ്ഡ് ആയിട്ട് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സെക്ഷൻ ഖുർആനിൽ വേറെ ഇത്രയുമേറെ ആയത്തുകൾ ഒരുമിച്ച് വരുന്നത് വേറെ കാണാൻ സാധിച്ചോളുന്നില്ല. ഇവിടെ സൂറത്തുൽ അംബിയ താരതമ്യേന ചരിത്രപരമായ പ്രാധാന്യത്തെക്കാൾ അല്ലെങ്കിൽ മറ്റു പല സൂറത്തുകളെയും അപേക്ഷിച്ച് ചരിത്രപരമായ വിഷയങ്ങളോ പൂർവിക സമൂഹങ്ങളുടെ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളോ തീർച്ചയായിട്ടും അത് മറ്റു സൂറത്തുകളിലുള്ള പോലെയൊക്കെ ഇതിലും ഉണ്ട് എങ്കിൽ പോലും അതിനേക്കാളൊക്കെ ഉപരി പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് മനുഷ്യന്റെ ചിന്തയെ ഇവിടെ തട്ടിയുണർത്തുന്നത്. ആകാശങ്ങളും ഭൂമിയും ഒരൊറ്റ എൻറ്റിറ്റി ആയിരുന്നു, അതിനെ നാം വേർപെടുത്തുകയാണ് ഉണ്ടായത്. എല്ലാ ജീവനുള്ള സംഗതികളെയും നാം വെള്ളത്തിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുകയുണ്ടായത്. നിങ്ങൾ ഇതേക്കുറിച്ച് ആലോചിക്കാനും അതിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസമുള്ളവരാകാനും സന്നദ്ധരാകുന്നില്ലേ എന്നാണ് ഒന്നാമത്തെ ആയത്തില് അള്ളാഹു ഉന്നയിക്കുന്ന ഒരു വിഷയം. ഭൂമിയെ പർവ്വതങ്ങൾ കൊണ്ട് അവൻ സ്റ്റെബിലിറ്റി ഉള്ളതാക്കി മാറ്റി. അതുപോലെ ഭൂമിയിലെ ഭൂമുഖവാസികളായ മനുഷ്യരുൾപ്പെടെയുള്ളവരൊക്കെയും തന്നെ ഭൂമി വളരെ ഷെയ്ക്കിയായി മാറുന്നത് കാരണമായി അവർക്ക് അവിടെ ജീവിതം സാധ്യമാവാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഭൂമിയെ സ്റ്റേബിൾ ആക്കുന്ന വിധത്തില് പർവ്വതങ്ങൾ സ്ഥാപിച്ചു. അതുപോലെ ഫിജാജുൻ സുബുലൻ, വലിയ വിശാലമായ പാതകൾ ഒരുക്കി തന്നു. അത് മനുഷ്യന് ഭൂമുഖത്തൂടെയുള്ള സഞ്ചാരത്തിനുള്ള വഴി കാണിക്കുന്ന, മാർഗം കാണിക്കുന്ന വിധത്തിലുള്ള ഒരു സംവിധാനമായിട്ട് തന്നെ അള്ളാഹു രൂപപ്പെടുത്തി വെച്ചു. അതുപോലെ മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് ആകാശത്തിനെ വളരെ സുരക്ഷിതമായ, സംരക്ഷിതമായ ഒരു മേൽക്കൂരയായിട്ട് അള്ളാഹു ആവിഷ്കരിച്ചു, അല്ലെങ്കിൽ അതിനെ അള്ളാഹു സജ്ജീകരിച്ചു എന്നതാണ്. അതിന്റെയൊക്കെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശാസ്ത്ര സൂചനകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. അതുപോലെ രാവിനെയും പകലിനെയും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ അള്ളാഹു സംവിധാനിച്ചിരിക്കുകയാണ്. എല്ലാ ഹെവൻലി ബോഡീസും അതിൻ്റെതായ ഒരു ഭ്രമണപഥത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായി. ഈ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് അള്ളാഹു വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ മനുഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളൊക്കെ നമുക്ക് നൽകുന്ന ഒരു സൂചന, അവയ്ക്ക് ഒരു തുടക്കമുണ്ടായിരുന്നു, അതേപോലെ അവയ്ക്ക് ഒരു ഒടുക്കവും ഉണ്ടാകും എന്നതുകൂടിയാണ്. അപ്പൊ ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് അള്ളാഹു നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെയാണ്. ഒരു മനുഷ്യനും തങ്ങൾക്ക് മുമ്പുള്ള ഒരാൾക്കും നാം നിത്യത നൽകുകയുണ്ടായിട്ടില്ല. ഹുൽദ് എന്ന നിത്യമായി ജീവിക്കുന്നവൻ എന്ന ഒരവസ്ഥ ഭൂമുഖത്ത് നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഇനി താങ്കൾ മൃതി അടയുന്നുവെങ്കിൽ ഇവര് നിത്യമായി ജീവിക്കാൻ പോകുന്നവരാണോ എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഭൂമുഖത്ത് മനുഷ്യന് വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ള ജീവിതം എന്നത് നശ്വരമായതാണ്. അതിനൊരു തുടക്കമുണ്ട്, ഒരു അവസാനമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പദ്ധതിക്ക് വേണ്ടി, ഒരു പ്രത്യേക കാര്യം നിർവഹിക്കപ്പെടുന്നതിന് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഒരു ടെനിയറാണ്.
ഒരു നിർണിതമായ സമയമാണ് ഓരോരുത്തർക്കും ജീവിതം എന്നത്. അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഈ കാര്യം ആകാശങ്ങളുടെ, ഭൂമിയുടെ, സൂര്യന്റെ, ചന്ദ്രന്റെ, അതുപോലെയുള്ള പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ഒക്കെ പ്രകൃതം പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. ഖുൽദ് എന്നത്, നിത്യത എന്നത് ഇവിടെ ഒരു പ്രതിഭാസത്തിനും അള്ളാഹു നൽകിയിട്ടില്ല. ഒരു തുടക്കമുണ്ട്, അതുപോലെ ഒരു ഒടുക്കമുണ്ട്. ഏത് സംഗതിക്കും അങ്ങനെ തുടക്കവും ഒടുക്കവുമുള്ള ഏത് പ്രതിഭാസത്തിനും സൃഷ്ടിപ്പിന് ഒരു പ്രത്യേകമായ ലക്ഷ്യമുണ്ടാകും. ലക്ഷ്യമില്ലാതെ, ഒന്നിനുമല്ലാതെ, ഒരു പ്രയോജനവുമില്ലാതെ നിലനിൽക്കുന്ന ഒരു പ്രതിഭാസവും സൃഷ്ടി ലോകത്തുണ്ടാവുകയില്ല. മനുഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചിന്ത, ഈ അന്വേഷണം അല്ലെങ്കിൽ ഇത്തരം ഒരു ആലോചന വളരെ പ്രാധാന്യമുള്ളതാണ്. എന്താണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ താല്പര്യം എന്നത് മനുഷ്യൻ ആലോചിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുകയാണ് വേദങ്ങളിലൂടെ, ദൈവിക വെളിപ്പാടുകൾ നൽകപ്പെട്ട പ്രവാചകന്മാരിലൂടെ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം തന്നെ. എല്ലാവർക്കും മരണമുണ്ട്, എല്ലാവരും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. അതിനുശേഷം അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഓരോരുത്തരുമായി തിരിച്ചെത്തുകയും ചെയ്യും എന്നാണ് തുടർന്ന് സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. അപ്പൊ മനുഷ്യന്റെ ജീവിതത്തിന്റെ നേച്ചർ എന്ന് പറയുന്നത് ഈ വിധത്തിലുള്ള, അതിനൊരു തുടക്കമുണ്ട്, അത് അവസാനിക്കുകയും ചെയ്യും. അപ്പോ ഒരു പ്രത്യേകമായ ലക്ഷ്യത്തിൽ, ഒരു പ്രത്യേകമായ ആവശ്യത്തിന് വേണ്ടിയാണ് ജീവിതം എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ടെനിയർ എല്ലാവർക്കും ഉണ്ട്. ആ ടെനിയർ ഉപയോഗപ്പെടുത്തേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ആവശ്യം അങ്ങനെ സമയം നൽകപ്പെട്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ട് എന്നത് ആ സംവിധാനത്തിന്റെ തന്നെ ഒരു വെളിപ്പെടുത്തലാണ്, ഒരു സൂചനയാണ്. ഈ ഒരു അടിസ്ഥാന ആശയത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ പുരസ്കരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്മാര് ദൗത്യം നിർവഹിക്കുന്നത്. ദൈവിക വെളിപ്പാടുകൾ മനുഷ്യനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്. ഈ സൂറത്തിന്റെ ഒരു കാമ്പ് എന്ന് പറയാവുന്ന ഒരു ഭാഗമാണ്. അതിന്റെ ടെക്സ്റ്റ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. അതിന്റെ സാരം അല്ലെങ്കിൽ അതിലടങ്ങിയിട്ടുള്ള ആശയം ഭാഗികമായി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരീക്ഷണങ്ങളോ ചോദ്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായി ഒബ്സർവേഷൻ നടത്താനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തണം എന്ന് ആവശ്യപ്പെടുകയാണ്. വലതുവശത്തുള്ള ഹാൻഡ് റൈസ് ഉയർത്തി ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. നമ്മൾ ഇതിനകം ഒരു 35ഓളം ചോദ്യങ്ങൾ ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. 36 ചോദ്യങ്ങളാണ് ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിക്കപ്പെടുകയുണ്ടായിട്ടുള്ളത്. നമ്മളത് ഇവിടെ ചർച്ച ചെയ്തു എന്നതാണ്. അപ്പോ ആരെങ്കിലും ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വല്ല നിരീക്ഷണങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ ഈ പഠനവേദിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സമ്പുഷ്ടാകും എന്ന് സൂചിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഖുർആൻ തദബ്ബുർ ചെയ്യാനുള്ള ആയാത്തുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഗ്രന്ഥാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ തദബ്ബുറാണ് ഖുർആനോടുള്ള ശരിയായ ഒരു സമീപനം. നമ്മൾ വായിച്ചങ്ങ്
മറന്നു പോവുക, അല്ലെങ്കിൽ കുറച്ചു നേരം കേട്ടിരുന്ന് പിന്നെ നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് അത് വിട്ടുകളയുക എന്നതല്ല. മറിച്ച് നമ്മൾ വായിക്കുന്ന, നമ്മൾ പഠിക്കുന്ന ഓരോ ആയത്തും, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരണവും അത് നമ്മളിൽ ചിന്ത ഉണർത്തണം. അതിനെക്കുറിച്ച് നമ്മൾ ആഴത്തില് വളരെ വിമർശനാത്മകമായ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് തന്നെ അതിനെ വായിക്കുകയും അതിനെ മനനം ചെയ്യുകയും ഉൾക്കൊള്ളുകയും ചെയ്യാണ് വേണ്ടത്. അപ്പോ അങ്ങനെ ഒരു പഠന പ്രക്രിയ, അങ്ങനെ ഒരു കൾച്ചർ നമ്മൾ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അത് അതിന്റെ ഭാഷാ തലത്തിൽ നിന്നുകൊണ്ട് നിർവഹിക്കുകയാണ് അത് ഏറ്റവും ഫലപ്രാപ്തി ഉണ്ടാക്കുന്ന കാര്യം. വളരെ ഐഡിയൽ ആയത് അതാണ്. കാരണം ഖുർആന്റെ ഭാഷയില്, അതിന്റെ പദപ്രയോഗങ്ങളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളതായിട്ട് കാണാൻ കഴിയും. ഖുർആൻ ഗവേഷണം ചെയ്യുന്ന ആളുകൾക്ക് വലിയ നിധിശേഖരങ്ങളായിട്ട് ഖുർആനിൽ അടങ്ങിയിട്ടുള്ളത് അതിലെ ആയാത്തുകളുടെ വളരെ സവിശേഷമായ ഭാഷാ പ്രയോഗങ്ങളാണ്. പ്രത്യക്ഷത്തിൽ ഒരു വായന നിർവഹിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു വിവർത്തനം നിർവഹിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് അയാളുടെ വായന തൃപ്തികരമായിട്ടൊക്കെ അനുഭവപ്പെട്ടേക്കാം. പക്ഷെ മറ്റൊരാളുടെ വായനയിൽ അതിൽ പുതിയ അർത്ഥസൂചനകളും പുതിയ വ്യാഖ്യാന സാധ്യതകളും ഒക്കെ തെളിഞ്ഞു വരും. അതാണ് ഖുർആന്റെ വളരെ അത്ഭുതകരമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന ഈ ഇജാസ് എന്ന് പറയുന്നത്. ഖുർആന്റെ അമാനുഷികതയുടെ, ദൈവികതയുടെ ഒരു പ്രത്യേകത കൂടിയാണ്, ഒരു ലക്ഷണം കൂടിയാണ്. അതിന്റെ വായനകളുടെ സാധ്യത ഉണ്ട് എന്ന് പറയും. നമുക്ക് കവിത, സാഹിത്യം ഒക്കെ വായിക്കുന്ന, പഠിക്കുന്ന ആളുകൾക്ക് അറിയാം, നല്ല വെൽ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു കവിത എന്ന് പറയുന്നത് ഓരോ വായനക്കാരനും അതിലേക്കങ്ങ് ഊളിയിട്ടിറങ്ങിയാൽ പലതും മനസ്സിലാക്കാനും പലതും പുതുതായിട്ട് പറയാനും ഒക്കെ സാധിക്കും എന്നതാണ്. അത്തരം കവിതകൾക്കാണ് ഭയങ്കര ഡെപ്ത് ഉള്ളതായിട്ട്, ഭയങ്കര ആഴമുള്ള കവിതകളായിട്ട് നമ്മൾ കാണാറുള്ളത്. വിശുദ്ധ ഖുർആന്റെ കാര്യത്തില് ഇത് കവിതയല്ല, മനുഷ്യഭാവനയിൽ രൂപപ്പെട്ടതുമല്ല. പക്ഷെ ദൈവിക ജ്ഞാനത്തിന്റെ ചില അട്ടറൻസസ് ആയതുകൊണ്ട് മനുഷ്യജ്ഞാനത്തിന് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ടെക്സ്ച്വൽ എക്സ്പ്ലോറേഷൻ ഓഫ് ദ ആയാത്ത് ഓഫ് ദ ഖുർആൻ, ഖുർആന്റെ ആയാത്തുകളുടെ പാഠാപഗ്രഥനം, അതിന്റെ ഭാഷാതലത്തിലുള്ള എക്സ്പ്ലിക്കേഷൻ, അത് ചികഞ്ഞ് പോകുന്ന ഒരു വായന, അത്തരം ഒരു പഠനത്തിന് വിശുദ്ധ ഖുർആന്റെ ആയാത്തുകളെ വിധേയമാക്കല് ഓരോ കാലഘട്ടത്തിലും അനിവാര്യമാണ്, നമ്മുടെ കാലഘട്ടത്തിലും വിശേഷിച്ചും. കാരണം ഭൗതികമായ വലിയ മുന്നേറ്റമുണ്ടായ, ശാസ്ത്രീയമായ പല പഠന രീതികളും ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ആ ടൂൾസ് ഒക്കെ തന്നെ, ആ മെത്തഡോളജി ഒക്കെ തന്നെ ഖുർആന്റെ വായനയിൽ പ്രയോജനപ്പെടുത്തുന്നത് എന്തുകൊണ്ടും വലിയ സാധ്യതയുള്ള കാര്യമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പോ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാ വളരെ ഫലപ്രദമായ, വളരെ ചിന്തോദ്ദീപകമായ, നമുക്ക് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെയും ദൈവിക വെളിപ്പാടുകളെയും പരസ്പരം ചേർത്ത് വായിക്കാൻ ശക്തമായ പ്രേരണയാവുന്ന വിധത്തിലുള്ള വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സൂറത്താണ്. അതും 112 ആയത്തുകളുള്ള ഒരു സൂറത്താണ് നമ്മളുടെ എല്ലാവരുടെയും പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് പഠനം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ സൂറത്ത് പഠനം പൂർത്തിയായ ഒരു ഘട്ടത്തില് അത് ആവർത്തിച്ച് പാരായണം ചെയ്യാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അത് ഈ ആശയങ്ങൾ മനസ്സിൽ പതിയാനും, അതുപോലെ പദതലത്തിൽ തന്നെ ഖുർആന്റെ ആയാത്തുകളെ നമുക്ക് അറബി ഭാഷയിൽ കേട്ടുകൊണ്ട് തന്നെ
വീണ്ടും ഉൾക്കൊള്ളാനും മനസ്സിലേക്ക് ആശയങ്ങളും അതിന്റെ അർത്ഥതലങ്ങളും ഒക്കെ കൊണ്ടുവരാനും ഒക്കെ അത് ഒരുപാട് ഉപകരിക്കും. അള്ളാഹു വിശുദ്ധ ഖുർആനുമായി ഉള്ള സമ്പർക്കത്തിലൂടെയുള്ള ആ ഒരു പരിവർത്തനവും അതുകൊണ്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രാപ്തിയുള്ളതാക്കി മാറ്റി തരുമാറാവട്ടെ. വിശുദ്ധ ഖുർആനെ നമ്മളുടെ ഹൃദയങ്ങളുടെ വസന്തമാക്കണമേ എന്ന വിധത്തിലൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബിയ ഖുലൂബിന എന്ന് പറഞ്ഞു. ഖുർആനെ ഞങ്ങളുടെ ഹൃദയങ്ങളുടെ വസന്തമാക്കണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന് ഏറ്റവും വലിയ ആനന്ദം ലഭിക്കുന്ന വസന്തമാണല്ലോ എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള സന്തോഷം പകരുന്ന ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ വർഷത്തിലെ ഒരു സീസൺ അതാണ്, വസന്തമാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയങ്ങളുടെ വസന്തമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ സൂചന വിശുദ്ധ ഖുർആന്റെ ആയാത്തുകൾ നമ്മളിൽ ഉണർത്തുന്ന ചിന്തയും ആലോചനയും അതുപോലെ വിചാര വികാരങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഏറ്റവും ഏറെ ആനന്ദം പകരുന്ന ഒരു അനുഭവമാക്കി മാറ്റി തരണമേ എന്നുകൂടിയാണ് അതിന്റെ സൂചന. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.